ദൃഷ്ട്വേവം സ്വജനം കൃഷ്ണ യുയുത്സും സമുപസ്ഥിതം സീതന്തി മമ ഗാത്രാണി മുഖം ച പരിശുഷ്യതി വേപതുശ്ച ശരീരേ മേ രോമഹർഷശ്ച ജായതേ ഗാണ്ഡീവം സംസൃതേ ഹസ്താ ത്വക്ചൈവ പരിദഹ്യതേ നച ശക്നോമ്യവസ്ഥാതും ഭ്രമതീവ ച മേ മനഃ നിമിത്താനി ച പശ്യാമി വിപരീതാനി കേശവ നച ശ്രേയാനുപശ്യാമി ഹത്വാ സ്വജന മാഹവേ. നമസ്കാരം, ഉപാസനയിലേക്ക് സ്വാഗതം. ശ്രീമദ് ഭഗവത്ഗീത 1-ാം അധ്യായം അർജുന വിഷാദ യോഗത്തില് 28, 29, 30, 31 ശ്ലോകങ്ങളാണ് ഇപ്പോൾ ഉദ്ധരിച്ചത്. നമുക്ക് ഈ ശ്ലോകത്തിന്റെ വാക്യാർത്ഥം ആദ്യമൊന്ന് മനസ്സിലാക്കാം. അർജുനൻ പറയാണ് കൃഷ്ണനോട്, കൃഷ്ണ, യുദ്ധം ചെയ്യാൻ ഒരുങ്ങി നിൽക്കുന്ന ഈ സ്വജനങ്ങളെ കണ്ടിട്ട് എൻ്റെ ശരീരമാസകലം തളരുന്നു, വായ് വരളുന്നു, എൻ്റെ ശരീരം വിറയ്ക്കുകയും ചെയ്യുന്നു, എനിക്ക് രോമാഞ്ചമുണ്ടാകുന്നു, ഗാണ്ഡീവം എൻ്റെ കയ്യിൽ നിന്ന് വഴുതി മാറുന്നു, ദേഹം ചുട്ടുനീറുന്നു, എനിക്ക് നിൽക്കാൻ കഴിയുന്നില്ല, എൻ്റെ മനസ്സ് സംഭ്രമിക്കുന്നത് പോലെ തോന്നുന്നു, പല ദുർനിമിത്തങ്ങളും ഞാനിപ്പോൾ കാണുന്നു, യുദ്ധത്തിൽ സ്വജനത്തെ കൊന്നിട്ട് ഒരു ശ്രേയസ്സും ഞാൻ കാണുന്നില്ല. ഇതാണ് ഈ 4 ശ്ലോകങ്ങളുടെ വാക്യാർത്ഥം. ഈ ശ്ലോകങ്ങൾ കേട്ടപ്പോൾ നമ്മൾ ഈ 27-ാമത്തെ ശ്ലോകം വരെ കണ്ട ഒരു അർജുനനല്ല 28-ാമത്തെ ശ്ലോകത്തിൽ തൊട്ടിട്ട് നമ്മൾ കാണുന്നത്. കാരണം നമുക്കറിയാം, അർജുനൻ ദേവേന്ദ്രന്റെ പുത്രനാണ്, മഹാശൂരപരാക്രമിയാണ്, പഞ്ചപാണ്ഡവരിൽ നടുക്കുള്ള ആളാണ്, ഗുരു ദ്രോണാചാര്യരുടെ പ്രിയ ശിഷ്യനാണ്. ഇതെല്ലാം നമുക്കറിയാം. അങ്ങനെയുള്ള അർജുനൻ തൻ്റെ ശംഖ് മുഴക്കി യുദ്ധത്തിന് തയ്യാറായി സിംഹനാദം ചെയ്ത് നിൽക്കുന്നതാണ് കഴിഞ്ഞ ശ്ലോകങ്ങളിലെല്ലാം നമ്മൾ കണ്ടത്. ഏതൊക്കെ രീതിയിൽ ദുര്യോധനന്റെ ആത്മവീര്യത്തെ തളർത്താൻ പറ്റുമോ അങ്ങനെയെല്ലാം ചെയ്തുകൊണ്ട് ഇരു സൈന്യങ്ങളും യുദ്ധസന്നദ്ധരായി നിൽക്കുമ്പോൾ തൻ്റെ തേരാളിയായ ഭഗവാൻ ശ്രീകൃഷ്ണനോട് തൻ്റെ രഥം മാത്രം ഇരു സൈന്യത്തിൻ്റെയും മധ്യത്തിൽ നിർത്തിത്തരൂ, എന്നോട് യുദ്ധം ചെയ്യാനുള്ളവരെ ഞാനൊന്ന് ശരിക്ക് കാണട്ടെ എന്ന് പറഞ്ഞ് അത്രയും വീര്യത്തോടെ കൂടി നിന്ന അർജുനൻ ഇപ്പോൾ പറയുന്നു, എനിക്ക് ദേഹം തളരുന്നു, ശരീരം വിയർക്കുന്നു, തൻ്റെ മഹാവില്ലായ ഗാണ്ഡീവം കയ്യിൽ നിന്ന് വഴുതി വീഴുന്നു. ഇതെല്ലാം കഴിഞ്ഞ് ഒരു ആത്മീയ ചിന്തകനെ പോലെ അർജുനൻ പറയുകയാണ്, ഈ സ്വജനങ്ങളെ കൊന്നിട്ട് എനിക്ക് എന്ത് നേടാനാണ്? അതുകൊണ്ട് യുദ്ധം എനിക്ക് ഭൂഷണമല്ല. ഇത്രയും സമയം യുദ്ധസന്നദ്ധനായി നിൽക്കുന്ന അർജുനനാണ് ഇപ്പോൾ ഒരു വിവേകിയെ പോലെ സംസാരിക്കുന്നത്. ഇത് സാധാരണക്കാരായ ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ അവൻ അഭിമുഖീകരിക്കുന്ന ഒരു വൈരുദ്ധ്യത്തിന്റെ പ്രതീകമാണ്. പല സാഹചര്യങ്ങളിലും ഏറ്റവും അടുത്ത തൻ്റെ കർമ്മത്തോട് അടുത്തുകൊണ്ടിരിക്കുമ്പോൾ ആ കർമ്മത്തിൽ നിന്ന് വ്യതിചലിക്കാൻ അവനവനെ തന്നെ ചില കാര്യങ്ങൾ പറഞ്ഞു പഠിപ്പിക്കുന്നത് പോലെ പറയുന്നു. ആ പറഞ്ഞു പഠിപ്പിക്കുന്ന കാര്യങ്ങളൊക്കെ വേദാന്തങ്ങളാണ്. മഹാജ്ഞാനിയെ പോലെ അവൻ സംസാരിക്കുന്നു. താനിത് ചെയ്യുന്നത് ശരിയല്ല, താൻ ഇങ്ങനെ ചെയ്താൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ട് എന്നൊക്കെ ഈ നിമിഷം മാത്രമാണ് താൻ മനസ്സിലാക്കിയത് എന്ന ഭാവത്തിൽ തൻ്റെ കർമ്മത്തിൽ നിന്ന് വ്യതിചലിക്കാൻ അവൻ സ്വയം ന്യായീകരണങ്ങൾ കണ്ടെത്തുകയാണ്. നമുക്കറിയാം, ജഗദ്ഗുരുവായ ഭഗവാൻ ശ്രീനാരായണൻ തന്നെ
തേരാളിയായി അർജുനന്റെ തേർത്തട്ടിലിരിക്കുമ്പോൾ ആ മഹാനുഭാവന് അറിയാത്ത ജ്ഞാനമൊന്നും ഈ ഭൂമിയിലില്ല. അപ്പോഴാണ് അർജുനൻ ഭയങ്കര വേദാന്തിയെ പോലെ ആ ഭഗവാനോട് പറയുന്നത്, ഞാൻ എന്തിന് യുദ്ധം ചെയ്യണം? എൻ്റെ സ്വജനങ്ങളെ കൊന്നിട്ട് എനിക്ക് എന്ത് നേടാൻ സാധിക്കും? എന്തിനാണ് എൻ്റെ സ്വജനങ്ങളെ കൊന്നിട്ട് എനിക്ക് രാജ്യവും? അതുകൊണ്ട് യുദ്ധം ഇവിടെ ചെയ്യേണ്ടതായിട്ടില്ല, ചെയ്യേണ്ട ആവശ്യമില്ല, അത് തെറ്റാണ് എന്ന ഭാവത്തിൽ അർജുനൻ സംസാരിക്കുന്നത്. നമ്മൾ ഓരോരുത്തരും നമ്മളിലേക്ക് നോക്കുമ്പോൾ ഇത് തന്നെയാണ് സംഭവിക്കുന്നത്. നമുക്കറിയാം, നമ്മൾ വലിയ സംഭവങ്ങളാണ്, നമ്മളൊക്കെ മഹാന്മാരാണ്, ഏത് വിഷയങ്ങൾ എടുത്താലും അതിനെ ഏതൊക്കെ രീതിയിൽ സംസാരിക്കാനും എനിക്കറിയാം എന്നുള്ള ഭാവത്തിൽ നിന്ന് ജീവിതത്തിൽ ഏതെങ്കിലും ചെറിയ ഒരു പ്രതികൂല സാഹചര്യം സംഭവിക്കുമ്പോൾ ഇതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി മറ്റു ചില കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കും. എന്നാൽ ഈ പറയുന്ന കാര്യം തനിക്ക് ഈ കർമ്മത്തിന് ശക്തിയില്ല എന്നൊന്നുമല്ല, മറിച്ച് വലിയ ഒരു ആത്മജ്ഞാനിയെ പോലെ അല്ലെങ്കിൽ വലിയ ഒരു തത്വചിന്തകനെ പോലെ തൻ്റെ ചിന്തകൾ ന്യായീകരിച്ചുകൊണ്ട്, തൻ്റെ ചിന്തകളെ ന്യായീകരിക്കാൻ വേണ്ടിയാണ് താൻ പറയുന്നത്, അല്ലെങ്കിൽ തൻ്റെ ഭാഗമാണ് ശരി എന്ന ഭാവത്തിൽ ഈ കർമ്മത്തിൽ നിന്ന് വ്യതിചലിക്കേണ്ട രീതിയിൽ ഉള്ള സംഭാഷണങ്ങൾ സ്വയം പറയുകയും മറ്റുള്ളവരിലേക്ക് അതിൻ്റെ പ്രതിഫലനങ്ങൾ എത്തിക്കുകയും ചെയ്യും. ഇങ്ങനെയുള്ള ആളുകൾ സ്വയനാശത്തിന് ഉതകുന്ന പ്രവൃത്തികൾ ചെയ്യുന്നതോടൊപ്പം തന്നെ കർമ്മോത്സുകരായ മറ്റുള്ള ആളുകളെ കൂടി, അവരുടെ കർമ്മവീര്യത്തെ കൂടി ഹനിക്കുന്നു എന്നതാണ് സത്യം. അതുവരയ്ക്കുള്ള എല്ലാ വിശേഷണങ്ങളും, സ്വന്തം വിശേഷണങ്ങളും എല്ലാം മറന്ന് ഒരു നിമിഷം താൻ തന്നെയാണ് ഈ വക കാര്യങ്ങളെക്കുറിച്ച് ഉള്ള അവസാന വാക്ക് എന്ന രീതിയിലാണ് ഇത്തരക്കാര് തൻ്റെ അവസ്ഥകൾ മറ്റുള്ളവരിലേക്ക് എത്തിക്കുന്നത്. ഈ ഭൂമിയിൽ ഏതു രീതിയിലുള്ള കർമ്മം ആണെങ്കിലും അത് ചെയ്തേ പറ്റൂ. സ്വധർമ്മം പരമോധർമ്മം എന്നാണ് ഭഗവാൻ പറയുന്നത്. അതുകൊണ്ട് തന്നെ സ്വധർമ്മം എന്താണെന്ന് നിശ്ചയിച്ചു കഴിഞ്ഞാൽ അത് ഏറ്റവും മാന്യതയോടുകൂടി ചെയ്യാൻ ഓരോരുത്തരും ബാധ്യസ്ഥരാണ്. ഇവിടെ അർജുനൻ ഒരു യോദ്ധാവാണ്, നിൽക്കുന്നത് യുദ്ധഭൂമിയിലാണ്. അവിടെ മറ്റുള്ള ന്യായീകരണങ്ങൾക്കൊന്നും പ്രസക്തിയില്ല. എന്താണോ ധർമ്മം, ആ ധർമ്മം അവിടെ ജയിക്കും. ആ ധർമ്മത്തിനു വേണ്ടി യുദ്ധം ചെയ്യുക അല്ലെങ്കിൽ വീരമൃത്യു വരിക്കുക എന്നത് മാത്രമാണ് അവിടെ ഒരു യോദ്ധാവിനെ സംബന്ധിച്ചിടത്തോളം തൻ്റെ കർമ്മമായിട്ട് നിലനിൽക്കുന്നത്. ആ ഒരു അവസ്ഥയിലാണ് അതെല്ലാം മറന്നുകൊണ്ട് മറ്റേതോ ധർമ്മത്തെ കൂട്ടുപിടിച്ച്, മറ്റേതോ വാക്കുകളെ കൂട്ടുപിടിച്ച് തൻ്റെ കർമ്മത്തിൽ നിന്ന് വ്യതിചലിക്കുന്നതിന് വേണ്ടി മാത്രം ന്യായീകരണങ്ങൾ നിരത്തി അവിടെ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നത് ഒരു സാധാരണ മനുഷ്യൻ. ഭഗവാൻ നമുക്ക് ഓരോരുത്തർക്കും കാണിച്ചു തരികയാണ്, നിങ്ങൾ എത്ര വീര്യ ബല വേഗങ്ങളുള്ളവരാണെങ്കിലും നിങ്ങൾ ഈ കാണുന്ന അർജുനനെ പോലെ നിസ്സഹായരാണ് സ്വജീവിതത്തിൽ. അപ്പോൾ ആ നിസ്സഹായ അവസ്ഥ, ആ മൂഢത്വം അതിജീവിച്ച് യുദ്ധോത്സുകരാകുക, കർമ്മോത്സുകരാകുക, ഇതാണ് ഭഗവത്ഗീതയിലൂടെ ഭഗവാൻ നമുക്ക് ഓരോരുത്തർക്കും പറഞ്ഞു തരുന്നത്. ഞാൻ ആദ്യമേ പറഞ്ഞു, ഇവിടെ അർജുനൻ എന്ന് പറയുന്നത് ഒരു പ്രതിരൂപമാണ്. ഈ കർമ്മകാണ്ഡത്തിൽ യുദ്ധസന്നദ്ധരായി നിലനിൽക്കുന്ന നമ്മുടെ ഓരോരുത്തരെയും പ്രതിനിധീകരിക്കുന്ന ഒരു പ്രതിനിധാനമാണ് അർജുനൻ. ഈ അർജുനനെ പ്രതിനിധാനം ചെയ്തുകൊണ്ടാണ് ഭഗവാൻ നമുക്ക് ഗീതോപദേശം തരുന്നത്. അപ്പോൾ ഇനിയുള്ള ഭാഗങ്ങളിൽ ഈ അർജുനനിലൂടെ നമ്മൾ ഓരോരുത്തരും നമ്മുടെ അറിവില്ലായ്മ, നമ്മുടെ സംശയങ്ങൾ ഭഗവാനോട് ചോദിച്ചു കൊണ്ടിരിക്കുകയാണ്. അർജുനനുള്ള മറുപടിയിലൂടെ ഭഗവാൻ നമുക്ക് ഓരോരുത്തർക്കുമുള്ള ഉത്തരം തന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയുള്ള കൂടുതൽ വീഡിയോകൾ നമുക്ക് ഇനിയും കാണാം. അതുവരേക്കും
നന്ദി, നമസ്കാരം.